ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ നിരന്തരമായി പരാജയങ്ങളെ മാത്രം നേരിട്ടുകൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നിരാശയും വിഷാദവും ബാധിക്കുന്നതാണ്. അങ്ങനെയൊരു ഉത്സാഹമില്ലാത്ത സന്ദർഭത്തിൽ ആരെങ്കിലും ഒരാൾ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് നമുക്കൊരു പ്രചോദനം ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും താഴോട്ട് സഞ്ചരിക്കും. ദൗർഭാഗ്യവശാൽ അങ്ങനെ പ്രചോദനം നൽകുവാൻ, നമ്മെ പ്രോത്സാഹിപ്പിക്കുവാനോ നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒരു വ്യക്തി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ സ്വയം നമ്മുടെ മനസ്സിനെ പരാജയങ്ങളിൽ നിന്നും, വിഷാദത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, നിരുത്സാഹത്തിൽ നിന്നും ഉത്സാഹത്തിലേക്കും ഊർജത്തിലേക്കും പ്രചോദനത്തിലേക്കും കൊണ്ടുവരുവാൻ നാം തന്നെ സ്വയം പ്രയത്നിക്കണം. അതിനൊരു മാർഗദർശനം കാണിച്ചു തരുവാൻ ഇവിടെ ഭാഗവതത്തിനും ഭഗവത്ഗീതയ്ക്കും സമ്പൂർണ്ണ ശാസ്ത്ര ഗ്രന്ഥങ്ങൾക്കും സാധിക്കും. എന്നാൽ അതിനെ പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ആവശ്യമുള്ള സന്ദർഭത്തിൽ നമുക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന ഭാഗവതവും, അത് ഭഗവത്ഗീതയായാലും, അതിലെ കഥാസന്ദർഭങ്ങളെ എവിടെയാണോ നമുക്ക് ആവശ്യമായി വരുന്നത് അവിടെ ഉപയോഗിക്കുവാനുള്ളൊരു കഴിവ് കൂടി നമ്മൾ നേടിയെടുക്കണം. അതിന് പഠനം മാത്രം പോരാ, സാധനയും കൂടി വേണം. രാവിലെ എണീക്കുക തന്നെ വേണം. 4 മണിക്ക് തന്നെ ഉണർന്ന് എല്ലാ ദിവസവും കൃത്യനിഷ്ഠമായി സാധന അനുഷ്ഠിക്കുക തന്നെ വേണം. നമുക്ക് ക്ലാസ്സിലേക്ക് തിരികെ വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ 1-ാം അധ്യായത്തിലെ 14-ാമത് ശ്ലോകം വരെ. നമ്മൾ കണ്ടു നിർത്തിയത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീമദ് ഭാഗവത കഥാമൃതത്തെ നിർദ്ദേശിക്കുവാൻ ആരംഭിച്ച സമയത്ത് ദേവന്മാർ അവിടെ അമൃതകലശവുമായി വന്ന്, ഞങ്ങളുടെ കയ്യിലെ ഈ അമൃതകലശത്തെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് അങ്ങ് പറയുവാനായി ഉദ്ദേശിക്കുന്ന ഈ കഥാമൃതത്തെ ഞങ്ങൾക്ക് നൽകിയാൽ. തുടർന്ന് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 15-ാമത്തെ ശ്ലോകം. ക്വസുത ക്വക്കഥാലോകേ ക്വക്കാജ ക്വം മണിർമഹാൻ ബ്രഹ്മരാതോ വിചാരീതി തഥാ ദേവാൻ ജഹാസഹ. ഈ ശ്ലോകത്തിലൂടെ ശ്രീശുക ബ്രഹ്മർഷി ദേവന്മാരെ പരിഹസിക്കുകയാണ്. എന്താണ് ഇങ്ങനെ പരിഹാസ ഭാഷയിൽ ശബ്ദം ഉപയോഗിക്കാനുള്ള കാരണം? നോക്കൂ, ആദ്യത്തെ വരി നോക്കൂ. ക്വസുധ ക്വക്കഥ ക്വക്കാജ ക്വ മണിർമഹാൻ. ഇവിടെ ദേവന്മാരുടെ കയ്യിലുള്ള അമൃതത്തെയും ഭാഗവത കഥാമൃതത്തെയും താരതമ്യം ചെയ്യുകയാണ്. ദേവന്മാരുടെ കയ്യിലുള്ള അമൃതകലശം എവിടെ? ഭാഗവത അമൃതം എവിടെ? ഈ ലോകത്തിലെ ഒരു കുരുട്ടുകല്ലെവിടെ? ഏറ്റവും പ്രകാശമുള്ള മഹാരത്നം എവിടെ? ഇവ രണ്ടിനും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ടോ അതുപോലെയാണ് ഇവിടെ ശ്രീമദ് ഭാഗവതവും ദേവന്മാരുടെ കയ്യിലുള്ള അമൃതവും തമ്മിലുള്ള അന്തരം. ഈ ദേവന്മാരുടെ കയ്യിലുള്ള അമൃതം നമ്മൾ സേവിച്ചു എന്ന് തന്നെ വിചാരിക്കും. എന്നാലും നമുക്ക് നമ്മുടെ സത്കർമ്മങ്ങളുടെ പുണ്യം അത് തീരുമ്പോൾ വീണ്ടും ഈ ഭൂമിയിൽ നമുക്ക് ജനിക്കേണ്ടി വരും. ഒരു തവണ ചാർജ് ചെയ്താൽ ബാറ്ററി തീരുന്നതുവരെ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാം. ഇതേ ഒരു അവസ്ഥയാണ്. നമ്മുടെ പുണ്യങ്ങൾ അവസാനിച്ചാൽ വീണ്ടും നമുക്ക് ഈ ഭൂമിയിലേക്ക് വരേണ്ടി വരും. ഭൂമിയിൽ ജനിച്ചാൽ പിന്നെ ജനന മരണ ചക്രത്തിൽ അകപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ ശ്രദ്ധിക്കൂ, ഇവിടെ ഹരികഥാമൃതത്തെ പാനം ചെയ്യുന്നവരാകട്ടെ അവർക്ക് മോക്ഷം എന്ന പദത്തെ പ്രാപിക്കുവാൻ സാധിക്കും. ഈ മോക്ഷം എന്ന സംസ്കൃത ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോഹക്ഷയമാണ് മോക്ഷം. ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടമാകുന്നതിനെ അല്ല മോക്ഷം എന്ന് പറയുന്നത്. മോഹമെന്നാൽ മനസ്സിനെ ദുർബലമാക്കുന്ന ചിന്തകൾ. അങ്ങനെ മോക്ഷത്തെ കൈവരിക്കാൻ ഭാഗവതാമൃതത്തെ പാനം ചെയ്യുന്നവർക്ക് സാധിക്കും. എന്നാലോ അമൃതം പാനം ചെയ്ത ദേവന്മാർക്ക് പോലും ഇത് സാധ്യമല്ല. അങ്ങനെയുള്ളപ്പോൾ ഇതിലേതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്നൊരു മനുഷ്യന് ചിന്തിച്ചറിയാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ശുഗമുനി, ഈ ദേവന്മാർ എന്നെ വഞ്ചിക്കുവാൻ വേണ്ടി വന്നതാണ് എന്ന് വിചാരിച്ച് ഈ രീതിയിൽ ദേവന്മാരെ ഒന്ന് പരിഹസിക്കുകയാണിവിടെ. ഈ ബാലകന്മാരെ വഞ്ചിച്ചുകൊണ്ട് അവരിൽ നിന്നും പണം അപഹരിക്കുവാൻ ശ്രമിക്കുന്ന
ധൂർത്തന്മാരെ പോലെ ഈ ദേവന്മാർ തന്നെ വഞ്ചിച്ചുകൊണ്ട് ഈ ഭാഗവതാമൃതത്തെ പ്രാപ്തമാക്കുവാൻ വന്നതാണോ എന്ന് ശുഗമുനി ഒന്ന് കരുതി. ഇതാണ് ഈ ശ്ലോകത്തിലെ സാരം. തുടർന്ന് 16-ാമത്തെ ശ്ലോകം. അവക്താംശ്ച വിജ്ഞായന ദദൗ സകഥാമൃതം ശ്രീമദ്ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭ. ഈ ഇന്ദ്രിയ വിഷയ സുഖഭോഗങ്ങളിൽ ഉന്മത്തരായിരിക്കുന്ന ഈ ദേവന്മാർ ഭക്തി ഉള്ളവരല്ല എന്ന് തിരിച്ചറിഞ്ഞ ശ്രീശുക ബ്രഹ്മർ ഈ ശ്രീമദ് ഭാഗവത കഥാമൃതത്തെ ദേവന്മാർക്ക് നൽകിയില്ല. അതിനർത്ഥം ദേവന്മാർക്ക് പോലും അതിദുർലഭമാകുന്നു ഈ ഭാഗവത കഥാമൃതം എന്നത്. അങ്ങനെയിരിക്കെ മനുഷ്യരായ നമ്മളെപ്പറ്റി എന്താണ് പറയേണ്ടത്? എങ്കിലും ഈ കഥാമൃതത്തെ ശ്രവിക്കുവാനും മനനം ചെയ്തുറപ്പിക്കുവാനും സാധിക്കുന്ന മനുഷ്യർ ദേവന്മാരെക്കാൾ ഭാഗ്യശാലികളാണ്. രാജ്ഞോ മോക്ഷം തഥാവീക്ഷ്യ പുരാതാതാപി വിസ്മിതഃ സത്യലോകേ തുലാം ബദ്ധ്വാ തോലയത് സാധനാന്യച വിദ്യുച്ചൗരാഗ്നിശസ്ത്രാദിഗജ സിംഹാദിഭിത്തിതഃ വിഷാദിഭിർഹേതുബോധൈ മൃദോ ന ലഭതേ. ഇടിമിന്നൽ തട്ടി മരിക്കുക, കള്ളന്മാർ തല്ലിക്കൊല്ലുക, വെട്ടുകൊണ്ട് മരിക്കുക, പാമ്പ് കടിയേറ്റ് മരിക്കുക, സിംഹം മുതലായ മറ്റു മൃഗങ്ങൾ കൊന്നു തിന്നുക, ചുമരോ മറ്റോ മുതലായവ വീണ് മരിക്കുക എന്നിങ്ങനെ മൃതപ്പെട്ടവർക്കാർക്കും തന്നെ സദ്ഗതിയില്ല. ഇതാണ് ഈ 2 വരി ശ്ലോകത്തിലെ അർത്ഥം. വിദ്യുച്ചൗരാഗ്നിശസ്ത്രാദി ഗജസിംഹാദി വിത്തിതഃ വിഷാദിഭിർ ഹേതുഭൂതൈ മൃദോ ന ലഭതേ ഗതി. അങ്ങനെയാണെങ്കിൽ ദേവേന്ദ്രപദപ്രാപ്തിയോ ബ്രഹ്മലോകപ്രാപ്തിയോ വൈകുണ്ഠപ്രാപ്തിയോ മുക്തിയോ ലഭിക്കുകയില്ല എന്ന് പിന്നെ പറയണമോ? അങ്ങനെയിരിക്കെ ഈ തക്ഷകദംശനം ഏറ്റുമരിച്ച ഈ പരീക്ഷിത്ത് രാജാവിന് മോക്ഷം ലഭിച്ചതിനെ കണ്ട് സ്വയം ബ്രഹ്മാവ് തന്നെ അന്താളിച്ചുപോയി. ബ്രഹ്മാവിന് പോലും അത്ഭുതം തോന്നി. ഇതെങ്ങനെ ഈ പാമ്പുകടിയേറ്റു മരിച്ചത് പരീക്ഷിത്തിന് മോക്ഷം ലഭിക്കുന്നത്? ഈ വിപരീതമായ കാര്യം എങ്ങനെയാണ് സംഭവിച്ചത്? അങ്ങനെ സ്വയം ബ്രഹ്മദേവൻ തൻ്റെ ഈ സംശയം തീർക്കുവാൻ വേണ്ടി സത്യലോകത്തിൽ ഒരു തുലാസിൽ മോക്ഷസാധനങ്ങളായ 6 ശാസ്ത്രങ്ങളെയും അവയുടെ അംഗങ്ങളെയും ഒരു തട്ടിലും ശ്രീമദ് ഭാഗവത ശാസ്ത്രത്തെ മറ്റൊരു തട്ടിലും വെച്ച് തൂക്കി നോക്കുവാൻ ആരംഭിച്ചു. ഇവയിൽ ഏതിനാണ് മോക്ഷം പ്രദാനം ചെയ്യുവാൻ ശേഷിയുള്ളത് എന്ന്. ആശ്ചര്യം തന്നെയല്ല ഇത്. ഒരു പാമ്പുകടിയേറ്റ് ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുപോലും ഇവിടെ ഈ പരീക്ഷിത്ത് രാജാവിന് മോക്ഷത്തെ പ്രാപിക്കുവാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ പരീക്ഷിത്തു രാജാവ് ഈ രാജാവിന് എന്ത് യോഗ്യതയാണ് നേടുവാൻ സാധിച്ചത്? ആ യോഗ്യത നേടിയാൽ നമുക്കും ഏതവസ്ഥയിൽ മരിച്ചാലും മോക്ഷം കൈവരിക്കാൻ സാധിക്കും. അതെന്താണെന്നറിയുവാൻ നമുക്ക് ക്ഷമയോടെ കാത്തിരുന്ന് ഭാഗവത ശാസ്ത്രത്തിലൂടെ നമ്മെ കൊണ്ടുപോകേണ്ടതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ ഒട്ടും മടിക്കരുത്. എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഇവിടെ തന്നെയുണ്ട്. അത് കണ്ടെത്തുവാൻ സ്വയം നമ്മൾ തന്നെ പരിശ്രമിക്കണം. ഏവർക്കും വിനീതമായ പ്രണാമം. ഹരി ഓം.